ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്കോർപിയോസ്, അതായത് ഒക്ടോബർ 23-നും നവംബർ 21-നും ഇടയ്ക്ക് ജനിച്ചവരാണ് സ്കോർപിയോസ്. ഈ ഒരു സോഡിയാക് സൈനിലുള്ള നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് 2026 ജനുവരി മാസം എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിങ്ങിലേക്ക് കൊണ്ടുവരിക. ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് നന്നായി മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് ശാന്തമായിരുന്ന് ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സോഡിയാക് സൈനിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്കോർപിയോനാണ്. എലമെന്റ് വാട്ടർ. റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് മാർസ് ആൻഡ് പ്ലൂട്ടോ. ആഴമുള്ള വികാരത്തിന് ഉടമകളാണ് സ്കോർപിയോസ്. വളരെ ശക്തമായ ഇൻഡ്യൂഷൻ പവർ. ലോയൽറ്റി. ഒരിക്കൽ സ്നേഹിച്ചാൽ വളരെ ആഴത്തിൽ തന്നെ സ്നേഹിക്കും. ഒരു സൈലന്റ് സ്ട്രെങ്ത് ആണ്. അവരോട് അനീതി ചെയ്യുന്നതൊന്നും അവർ വകവെച്ചു കൊടുക്കില്ല. സ്കോർപിയോസ് നിങ്ങളുടെ കരിയറിലേക്ക് വരുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് വാൺസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഫസ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ് ആണ്. ഒരു ഡിസാറ്റിസ്ഫാക്ഷനെ സൂചിപ്പിക്കുന്നു. ഇന്നറായിട്ടുള്ള ജനുവരി തുടങ്ങുമ്പോൾ തന്നെ ഇതല്ലേ എൻ്റെ കഴിവ്, ഇതൊക്കെ തന്നെയാണോ എൻ്റെ ഗ്രോത്തൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ഇന്നർ ബോർഡം നിങ്ങൾക്ക് തോന്നുന്നു. വളരെ ഇമോഷണലായിട്ടൊക്കെ ചിന്തിക്കുന്നു. നിങ്ങൾക്കുള്ള ജോബ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകും. പക്ഷേ നിങ്ങളത് ഇഗ്നോർ ചെയ്യാനാണ് സാധ്യത. കണ്ടെത്തില്ല. ശരിക്കും നിങ്ങൾക്ക് അവസരം കിട്ടാത്തതല്ല, നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു സ്ലോ ഗ്രോത്ത് ആണ്. പക്ഷേ അതൊരു ഷുവറായിട്ടുള്ള ഒരു പ്രോഗ്രസ് ആയിരിക്കും. ചെറുതായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അല്പം താമസിച്ചാൽ തന്നെയും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഷുവർ പ്രോഗ്രസ് ആയിരിക്കും. ജനുവരി ഒരു മധ്യ കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും പുതിയ ഒരു പേസ് നിങ്ങൾ കണ്ടെത്തും. ഇതൊരു വളരെ പെട്ടെന്നുണ്ടാകുന്നൊരു ഗ്രോത്ത് അല്ല, ഒരു സ്റ്റേബിൾ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു. ചിലർക്ക് ഇതൊരു പ്രൊമോഷൻ കിട്ടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൻ്റെ റോൾ എന്തെങ്കിലും ചേഞ്ച് ആകുന്നതാകാം, ന്യൂ പ്രോജക്റ്റ് ലഭിക്കുന്നതാകാം. ഒരു ഡിലേ ഒക്കെ ഉണ്ടാകും, പക്ഷേ ഒരു താമസം നേരിട്ടാൽ തന്നെയും ഒരു സ്റ്റേബിൾ ഗ്രോത്ത് ഉണ്ടാകും. സ്കോർപിയോസ് എനർജി ഇവിടെ വളരെ പെർഫെക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഡിസിപ്ലിൻ പ്ലസ് ഫോക്കസ് ഈസ് ഈക്വൽ ടു സക്സസ്. നിങ്ങളുടെ ഇപ്പോഴുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം വരുത്തി ഒരു ഡിസിപ്ലിനൊക്കെ പാലിച്ച് അതൊരു ഫോക്കസൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളൊരു സക്സസ്സിലേക്ക് പോകും. ഏസ് ഓഫ് വാൺസ് സൂചിപ്പിക്കുന്നത് സ്പാർക്ക് ഓഫ് ന്യൂ ബിഗിനിങ് ആണ്. ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. ജനുവരിയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു കോൾ, മെസ്സേജ്, ഐഡിയ, ഇൻവിറ്റേഷൻ, യെസ് പറയേണ്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങളുടെ കരിയറിലേക്ക് വന്നു ചേരാം. ഒരു ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനായിട്ടുള്ള ആളുകൾ, ബിസിനസ്, സൈഡ് ഹസിൽ, ഇതിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പഴയ ജോലിയിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു പുതിയ ദിശ തുറന്നു കിട്ടും. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു ഫിനാൻഷ്യൽ അതോറിറ്റിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഈ ഒരു മാസം അവസാനം ഒരു കരിയറിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും, ആത്മവിശ്വാസം. ഇപ്പോൾ ഞാൻ എൻ്റെ വാല്യൂ തിരിച്ചറിയുന്നു എന്ന് തന്നെ നിങ്ങൾ പറയും. ജനുവരി എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൻ്റെ ഒരു ഫൗണ്ടേഷൻ മന്താണ്. ഇതൊരു സീഡ് സോയിങ്, അതായത് ഒരു വിത്തിടേണ്ട സമയം. 2026 ഒരു മിഡ് ടൈം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ അതിൻ്റെ ഫലം കൊയ്തു തുടങ്ങും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് ഡെത്ത്, അതുപോലെ തന്നെ 6 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് സോഡ്സ് ആൻഡ് ജസ്റ്റിസ് ആണ്. ഇത് സ്കോർപിയോസിന് ഇമോഷണലി വളരെ ഹെവി ആയിട്ടുള്ളൊരു മന്താണെന്ന് കാണിക്കുന്നു. പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റില്ല, ഇതൊരു അത്യാവശ്യമാണ്. ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ടോക്സിക് അറ്റാച്ച്മെൻറ്റ് എൻഡായതിനെ സൂചിപ്പിക്കുന്നു. ചിലർക്കിതൊരു വൺ സൈഡഡ് എഫേർട്ട്, അത് നിങ്ങൾ നിർത്തുന്നു. ചിലർ സൈലൻ്റായിട്ട് ബന്ധത്തിലൊക്കെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. റിലേഷൻഷിപ്പുകളിൽ സ്കോർപിയോസ് നിങ്ങൾ ഈ ഒരു ജനുവരി മാസം നിങ്ങളുടെ ഒരു പുതിയൊരു വേർഷൻ പുറത്തെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഓൾഡ് പാറ്റേൺസ് എല്ലാം തന്നെ നിങ്ങൾ കട്ട് ചെയ്യുന്നു. 6 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു കണക്ഷൻ, അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു. ജനുവരി മാസം നിങ്ങളുടെ ഒരു എക്സ് ആകാം, അല്ലെങ്കിൽ ഓൾഡ് ലവർ ആവാം, സോൾമേറ്റ് മെമ്മറി ആകാം, ചൈൽഡ്ഹുഡ് ബോണ്ട്, ഇതൊക്കെ നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലർക്കിത് നിങ്ങളെ പിണങ്ങിപ്പോയ ഒരു വ്യക്തി ഒരു കോണ്ടാക്റ്റിലേക്ക് വരുന്നതാകാം. അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിറയുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ അവരെ സ്വപ്നം കാണാനുള്ള ചാൻസ് ഉണ്ട്. മെസ്സേജ് എല്ലാം തന്നെ ഒരു പോസിബിൾ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പോകുന്നു. ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കുന്ന ഒരു സമയം. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ഒരു ഇമോഷണൽ ക്ലാരിറ്റിയെ സൂചിപ്പിക്കുന്നു. ഒരു സ്കോർപിയോസിന് ചില ആളുകൾക്ക് ഒരു എവേക്കൻ ഫേസ് ആണ്. ബന്ധങ്ങളിൽ ഒരു മാനിപ്പുലേഷൻ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബന്ധങ്ങളിൽ നിന്നും ഒരു ക്ലിയർ ടോക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഒരിക്കലും ഇതൊരു കോൾഡ് എനർജി അല്ല സൂചിപ്പിക്കുന്നു. ഒരു സെൽഫ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വാല്യൂ കൂട്ടാത്ത ബന്ധങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് കാർഡ് ഒരു ട്രൂത്ത് ആൻഡ് കർമ്മയെ സൂചിപ്പിക്കുന്ന ജസ്റ്റിസ് കാർഡാണ് വന്നിരിക്കുന്നത്. ജനുവരി അവസാനം നിങ്ങൾക്ക് മുൻപിൽ ഒരു സത്യം റിവീൽ ആകുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നു. സ്കോർപിയോസ് നിങ്ങളുടെ ജെന്യൂനായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം തന്നെ സർവൈവ് ആകും.
ഫേക്കായിട്ടുള്ള കണക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ബൗണ്ടറി വെക്കുകയും അതല്ല എങ്കിൽ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ചിലർക്ക് ഇത് മാരേജിനകത്തൊരു ലീഗൽ മാറ്റേഴ്സ്, ഡിവോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ഇനി സിംഗിളായിട്ടുള്ള സ്കോർപിയോസിനാണെങ്കിൽ ഒരു മാരേജ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു മാസമാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് ക്ലാരിറ്റി കിട്ടുന്ന മന്ത് എന്ന് പറയാം. ഇതൊരു കർമ്മ കാർഡും കൂടിയാണ്. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ശരിക്കും ഒരു ട്രൂ റിട്ടേൺസ് എന്ന് പറയുന്നത് ഈ ഒരു മാസം തിരിച്ചു കിട്ടുന്നതായി കാണുന്നു. ജനുവരി മാസത്തിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിനെ സൂചിപ്പിക്കുന്നു. ഇമോഷണൽ പ്ലസ് ഫിനാൻഷ്യൽ ഫെയർനെസ്സിൻ്റെ മന്തായിരിക്കും നിങ്ങൾക്കിത്. കരിയറിലേക്ക് നിങ്ങളൊരു എഫേർട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു റിവാർഡ് കിട്ടുന്ന ഒരു മാസം. ലവ് റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ കൊടുത്ത സ്നേഹം അതേ അളവിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണറും തിരിച്ചിടുന്ന ഒരു മ്യൂച്വൽ എഫേർട്ട് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായി കാണിക്കുന്നു. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു സഹായം വരുന്നതായിട്ട് കാണുന്നു. ചിലർക്കൊരു സപ്പോർട്ട്, ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകൾക്ക് ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇനി നീ ഒറ്റയ്ക്കല്ല എന്നുള്ളത്. സ്കോർപിയോസിനൊരു ഫൈനൽ മെസ്സേജ് പറയാനാണെങ്കിൽ ജനുവരി 2026 എന്ന് പറയുന്നത് നിങ്ങൾ തകർന്നിട്ടില്ല, നിങ്ങൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ജനുവരി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ലെറ്റ് ഗോ വിത്തൗട്ട് ഫിയർ. ഭയമില്ലാതെ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ബന്ധങ്ങളായിക്കോട്ടെ, അതല്ല എങ്കിൽ കരിയർ ആയിക്കോട്ടെ, അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്തിനെ ചൂസ് ചെയ്യുന്ന ഒരു മാസമായിരിക്കും. നിങ്ങളുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോഗ്രസ്സിനെ നിങ്ങൾ വിശ്വസിക്കുക. പ്രോഗ്രസ്സുകളൊക്കെ അല്പം ഒന്ന് താമസിച്ചാൽ തന്നെയും അതൊരു സ്റ്റേബിൾ മൂഡിലേക്ക് തന്നെ പോകും. അത് വലിയൊരു ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്നേഹം, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. തീരുമാനമാകാതെ കിടന്നിരുന്ന 2025 നിങ്ങൾ സ്കോർപിയോസിന് തീരുമാനമാകാതെ കിടന്നിരുന്ന അതിന് ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് 2026 ജനുവരി സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്കോർപിയോസ്, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ ജനുവരി മാസത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ മെസ്സേജ് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ കരിയറിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് അത്യാവശ്യമാണ് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് ആണ്. ദിവസേനയുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരോ നാളോ അതല്ലെങ്കിൽ ജനിച്ച മാസവും ചേർത്ത് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സ്കോർപിയോസ്, നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഈ ഒരു മാസത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.